എല്ലാവർക്കും സ്നേഹതീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും മുല്ലപ്പൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം മെയ് മാസം എന്ന് പറയുന്ന മുല്ലപ്പൂവിൻ്റെ മാസം, പൂക്കളുടെ മാസമെന്ന് പറയും. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മുല്ലപ്പൂവിൻ്റെ തൈകൾ. പക്ഷേ അത് വലിയൊരു കുറേ ഒന്നുമില്ല, ഒരു 1-2 ചെടി അതങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് പൂക്കൾ ഞങ്ങൾ പറിച്ചു. പക്ഷേ ഇനിയുള്ള പൂക്കൾ പറിച്ചിട്ട് അത് കെട്ടി എങ്ങനെയാണെന്നുള്ളത്, ഇപ്പം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുന്നത് തുളസി മുല്ലപ്പൂവാണ്. അപ്പം അത് അടുക്ക് മുല്ലപ്പൂവാണ്. ഇത് നോക്കിക്കേ, നല്ല അടുക്കടുക്കായിട്ടുള്ള മുല്ലപ്പൂവാണ്. അപ്പം ഇത് ഞാൻ പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറിച്ച് നിങ്ങളെ കെട്ടിക്കാൻ. കുറേ മുട്ടുകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നല്ലവണ്ണം വിരിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് ചെറുപ്പം മുതൽ മുല്ലപ്പൂ, പൂക്കളിൽ ഏറ്റവും ഇഷ്ടം ഏത് പൂവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂവാണ്. കാരണം ഇത് കെട്ടി തല നിറച്ച് പൂക്കൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറേയേറെ ഇപ്പം നല്ല വണ്ണം വിരിഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, പൂ കാണാൻ തന്നെ ഒരു രസമല്ലേ, എന്താ ഭംഗി. ഇപ്പം എനിക്ക് തോന്നുന്നു മുല്ലപ്പൂവിന് ഇത്തിരി വില കുറവാണെന്ന് തോന്നുന്നു. കാരണം മുല്ലപ്പൂവിൻ്റെ സീസൺ ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ ഒരു മുഴത്തിനൊക്കെ എത്ര രൂപയാ. പൂവൊന്നും എന്തായാലും നമുക്ക് തലയിൽ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുപോലെ വിലയാണ്. അപ്പം ഒരു നല്ലൊരു മാല, വലിയൊരു മാല കെട്ടാനുള്ള പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടുക്കടുക്കായിട്ടുള്ള മുല്ല. എന്താ മണം. അപ്പം മുല്ലപ്പൂ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് ഈ സ്നേഹതീർത്ഥം ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപേണ അറിയിക്കുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.